നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കാസർഗോഡ് ഇനി അതിദാരിദ്ര്യമുക്ത ജില്ല. മന്ത്രി വീണ ജോർജ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തി. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മൈം ഷോ അവതരണത്തിന്റെ പേരിൽ കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നിർത്തിവച്ചതിൽ പ്രതിഷേധം ശക്തം. ഫിസിയോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് സെന്റർ അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് ഒരുക്കങ്ങളായി തുടങ്ങി. ഈ ഒരു മണിക്കൂറിൽ നിരവധിയായ വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കാസർഗോഡ് ഇനി അതിദാരിദ്ര്യമുക്ത ജില്ല. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ചരിത്രത്തിൽ ഈ ദിനം സുവർണ ലിപികളിൽ അടയാളപ്പെടുത്തപ്പെടുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മൈം ഷോ അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചു. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവത്തിൽ പ്രതിഷേധവുമായി SFI MSF പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. സഹകരണ സംഘം ജീവനക്കാരുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡ് സ്കോളർഷിപ്പ് വിതരണം നടന്നു. മന്ത്രി ചിഞ്ചു റാണി ഉദ്ഘാടനം നിർവഹിച്ചു. ഫിസിയോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് സെന്റർ അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ജന്തുശാസ്ത്ര വിഭാഗവും സയൻസ് ഫോറം വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദം ശ്രദ്ധേയമായി. കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ മുനീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബേക്കൽ ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് 7 മുതൽ 9 വരെ തീയതികളിൽ. ഒളിമ്പിക്സ് പുല്ലൂർ ഉദയനഗർ ഹൈസ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നോക്കാം വിശദമായ വാർത്തകൾ. കാസർഗോഡ് ഇനി അതിദാരിദ്ര്യമുക്ത ജില്ല. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ചരിത്രത്തിൽ ഈ ദിനം സുവർണ ലിപികളിൽ അടയാളപ്പെടുത്തപ്പെടുമെന്ന് മന്ത്രി വീണ ജോർജ്. വീടുകൾ, റേഷൻ കാർഡുകൾ, ആധാർ കാർഡ്, വോട്ടർ കാർഡ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ഗ്യാസ് കണക്ഷൻ, തൊഴിൽ കാർഡ് എന്നിവ നൽകി ജില്ലയെ അതിദാരിദ്ര്യമുക്തമാക്കാൻ പരിശ്രമിച്ച ജില്ലാ പഞ്ചായത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മൈം ഷോ അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചു. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവത്തിൽ പ്രതിഷേധവുമായി SFI MSF പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. 2 ദിവസം നടക്കേണ്ടിയിരുന്ന കുമ്പള സ്കൂൾ കലോത്സവം ആദ്യ ദിവസമായ വെള്ളിയാഴ്ച ബഹളത്തിലും ലാത്തിചാർജിലും സമാപിച്ചു. സ്കൂൾ അന്തരീക്ഷം സാധാരണ നിലയിലാക്കാനും കലോത്സവം പൂർത്തിയാക്കാനും വേണ്ട സാഹചര്യം ഒരുക്കുന്നതിന് രാവിലെ ചേർന്ന PTA യോഗം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കെ MSF പ്രവർത്തകർ യോഗസ്ഥലത്ത് ഇരച്ചുകയറിയതിനെ തുടർന്ന് PTA യോഗവും അലങ്കോലപ്പെട്ടു. കലോത്സവത്തിൽ മുഖാഭിനയ മത്സരത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി പാലസ്തീൻ അനുകൂല ദൃശ്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടു നിൽക്കുന്നതിനിടയിൽ ഫ്രീ പലസ്തീൻ എന്നെഴുതിയ ബാനർ എടുത്തുയർത്തുകയായിരുന്നു അത്രേ. അധ്യാപകൻ ഉടൻ കർട്ടനിടാൻ നിർദ്ദേശിച്ചു. ഇതാണ് പ്രശ്നത്തിനിടയാക്കിയതെന്ന് പറയുന്നു. തുടർന്ന് കയ്യാങ്കളിയോടടുത്തതോടെ പോലീസ് എത്തി ലാത്തി വീശി. കലോത്സവത്തിന്റെ തുടർന്നുള്ള മത്സരങ്ങളും ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന മത്സരങ്ങളും മാറ്റിവെച്ചു. ഇതിനിടയിൽ നാട്ടുകാർ ഇടപെട്ടു. സ്കൂളിൽ സമാധാനാന്തരീക്ഷം ഉറപ്പാക്കാൻ അടിയന്തര PTA വിളിച്ചു. രാവിലെ PTA യോഗം നടന്നുകൊണ്ടിരിക്കെയാണ് വിദ്യാർത്ഥികൾ യോഗത്തിൽ ഇരച്ചുകയറിയത്. തുടർന്ന് PTA യോഗവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സഹകരണ സംഘം ജീവനക്കാരുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡ് സ്കോളർഷിപ്പ് വിതരണം നടന്നു. മന്ത്രി ചിഞ്ചു റാണി ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ സംഘം ജീവനക്കാരുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡും സ്കോളർഷിപ്പ് വിതരണവും മന്ത്രി ചിഞ്ചു റാണി നിർവഹിച്ചു. സഹകരണ ജീവനക്കാരുടെ തന്നെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന കേരള
സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് വെൽഫെയർ ബോർഡ് ഇന്ന് രൂപീകൃതമായിട്ട് 39 വർഷക്കാലമായി എന്നുള്ളതാണ് ഇന്നിവിടെ എടുത്തു പറയേണ്ടുന്ന ഒന്ന്. ആ 39 വർഷക്കാലമായിട്ട് നമ്മുടെ ഈ കേരളത്തിൽ ഈ ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ആവശ്യമുള്ള തരത്തിൽ വിവിധ മേഖലകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പുതിയ പുതിയ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇന്ന് കേരളത്തിൽ നമുക്ക് സഹകരണ മേഖലകളിൽ മാത്രമല്ല, ക്ഷേമനിധി എല്ലാ മേഖലകളിലും നോക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്ഷേമനിധികളും ബോർഡുകളും ഒക്കെ സ്ഥാപിതമായിട്ടുണ്ട്. പോലീസ് അസോസിയേഷനെ നോക്കുമ്പോഴും അവരും ക്ഷേമനിധി ഉൾപ്പെടെയുള്ള ജില്ലാതലത്തിലുള്ള സൊസൈറ്റികൾ ഉൾപ്പെടെ രൂപീകൃതമാക്കിക്കൊണ്ട് അവരുടെ വകുപ്പിൻ്റെ ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് പലപ്പോഴും കാണും. നമ്മുടെ തന്നെ ക്ഷീരസംഘത്തിൻ്റെ ക്ഷേമനിധി ബോർഡ് കേരളത്തിൽ നമുക്ക് രൂപീകരിക്കപ്പെട്ട് നിരവധിയായിട്ടുള്ള പദ്ധതികൾ ക്ഷീര വികസന വകുപ്പുകളിൽ ക്ഷീരസംഘം ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ ക്ഷീരമേഖലകളിലെ സാധാ കർഷകർക്കും ഉൾപ്പെടെ കൊടുത്തുകൊണ്ടുവരികയാണ്. അതിവിടെ മാത്രമല്ല എന്ന് സൂചിപ്പിക്കുക. പക്ഷെ ആദ്യമായിട്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ഇത്തവണ സഹകരണ ബാങ്കുകളുടെ ഇത്തരത്തിലുള്ള ഒരു കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡിൻ്റെ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നു. ഇവിടെ ഞാൻ ഈ ബുക്കിലേറ്റ് ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ മേഖല കടന്നു പോകുന്നത്. ഏറ്റവും അവസാനം നമ്മുടെ ബോർഡംഗം ഒന്ന് സൂചിപ്പിച്ചത് ക്ഷീരമേഖലകളിലെ കർഷകർക്കും ഈ ക്ഷേമനിധി ബോർഡിൽ അംഗമാകാം എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഭരണസമിതി അംഗം സി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ കെ വി സുജാത, മത്സ്യഫെഡ് ഡയറക്ടർ വി വി രമേശൻ, കാസർഗോഡ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ വി ചന്ദ്രൻ, ഹോസ്ദുർഗ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ലോഹിതാക്ഷൻ, കോട്ടച്ചേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം പ്രസിഡന്റ് ബംഗളം കുഞ്ഞികൃഷ്ണൻ, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വി വിശ്വനാഥൻ, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി പി കെ പ്രകാശ് കുമാർ, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ബി സുകുമാരൻ, സഹകാർ ഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ കരിമ്പിൽ, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി ഭാവനൻ, സീനിയർ സൂപ്രണ്ട് എം ജയൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ പാട്രിക് ഫ്രാൻസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഫിസിയോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് സെന്റർ അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഫിസിയോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് സെന്റർ അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. 2019 ബഹുമാനിയായ ശൈലജ ടീച്ചറിന്റെ കാലത്ത് അന്നത്തെ മുൻ നയം പുതുക്കി 2023 ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ വിശദവും വ്യക്തവുമായിട്ടുള്ള ഒരു കർമ്മ പരിപാടി തയ്യാറാക്കി. ഈ കർമ്മ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ അടുത്തയിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എറണാകുളത്ത് സമ്പൂർണ്ണ പാലിയേറ്റീവ് കെയർ സംസ്ഥാനം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലക്ഷ്യം ഒരാളും സാന്ത്വന പരിചരണം ആഗ്രഹിക്കുന്ന ഒരാളും ഒരു ഭേദവുമില്ലാതെ, സാമ്പത്തിക വ്യത്യാസങ്ങളില്ലാതെ ഒരാളും വിട്ടുപോകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ട് ഒരു ബൃഹത്തായിട്ടുള്ള ഒരു നെറ്റ്വർക്കിലൂടെ സംരക്ഷണം, കെയർ ഉറപ്പാക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രാഥമിക തലത്തിൽ പാലിയേറ്റീവ് കെയർ നഴ്സസ് ഉണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളാണ് ആ പാലിയേറ്റീവ് കെയർ നഴ്സസിനെ വെക്കുന്നത്. താലൂക്ക് ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റൽ തലത്തിൽ സെക്കൻഡറി തലത്തിലുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ഉണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മളൊരു കാര്യം കൂടി ചെയ്തു. അതായത് 3 വർഷം മുൻപ് നമ്മളൊരു സർവേ ആരംഭിച്ചിരുന്നു. വാർഷിക സർവേയാണ്. അതിൻ്റെ പ്രധാന ലക്ഷ്യം ജീവിതശൈലി രോഗങ്ങൾ തടയുക എന്നുള്ളതാണ്. ആർക്കൊക്കെ രോഗമുണ്ട്, രോഗമുള്ളവർ കൃത്യമായി ചികിത്സ തേടുന്നുണ്ടോ, രോഗം വരാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണ്, അവർ രോഗം വരാതെ ഇരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അതിനൊരു ആപ്പ് നമ്മൾ തയ്യാറാക്കി. നമ്മുടെ ആശുമാർ വീട് വീടാനന്തരം കയറിയ സർവേ നടത്തുമ്പോൾ ഒരു കാര്യം, അതിൽ പല കാര്യങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുത്തു. അതിലൊരു കാര്യമാണ് എത്ര പേർ പൂർണ്ണമായി കിടപ്പിലാണ് കേരളത്തിൽ,
എത്ര പേർ കിടപ്പിലല്ല, പക്ഷേ വീടിൻ്റെ വാതിലിന് പുറത്തേക്ക് പരസഹായമില്ലാതെ ഇറങ്ങാൻ കഴിയാത്തവരായിട്ട് എത്രയുണ്ട്? അപ്പോൾ നമ്മളുടെ ഒരു കണക്കനുസരിച്ച് 1,47,000 പേർ സന്തന പരിചരണം ആവശ്യമായ കിടപ്പ് രോഗികളായിട്ടുള്ളവർ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട CMന്റെ നിർദ്ദേശ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പും തദ്ദേശ വകുപ്പും കൂടെ ചേർന്നുകൊണ്ട് നമ്മളൊരു പാലിയേറ്റീവ് കെയർ ഗ്രിഡ് രൂപീകരിച്ചു. ആ ഗ്രിഡിൻ്റെ ലക്ഷ്യങ്ങൾ ഈ പ്രവർത്തനങ്ങളെ ഞാൻ മുൻപ് പറഞ്ഞ ഒരാളും വിട്ടുപോകുന്നില്ല എന്നുള്ള ആ പ്രവർത്തനത്തെ അത് ഫലപ്രദമായി നടപ്പിലാക്കുക എന്നുള്ളത് തന്നെ. സംഘാടക സമിതി ചെയർമാൻ കെ രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലിംഗ് സെന്റർ M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. കനിവ് ജില്ലാ ചെയർമാൻ KV കുഞ്ഞിരാമനിൽ നിന്നും പാലിയേറ്റീവ് ഉപകരണങ്ങൾ കാഞ്ഞങ്ങാട് സഹകരണ ആശുപത്രി ചെയർമാൻ P അപ്പുക്കുട്ടൻ ഏറ്റുവാങ്ങി. കനിവ് ജില്ലാ സെക്രട്ടറി PP സുകുമാരൻ മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ MV കണ്ണൻ, PV മാണിയമ്മ എന്നിവരുടെ സ്മരണയ്ക്ക് സ്ഥലം അനുവദിച്ചു നൽകിയ ഗംഗാധരൻ കോവൽപ്പള്ളി, മുഖ്യമന്ത്രിയുടെ പച്ചത്തുരുത്ത് അവാർഡ് നേടിയ കനിവ് ജില്ലാ ട്രഷറർ AM അബ്ദുൾ ഖാദറെയും ആദരിച്ചു. പൊതുപ്രവർത്തകരായ VV രമേശൻ, PK നിശാന്ത് എന്നിവർ സംസാരിച്ചു. കനിവ് ഏരിയ കോർഡിനേറ്റർ N പ്രിയേഷ് സ്വാഗതവും ഫിസിയോതെറാപ്പി സെക്രട്ടറി KP ജ്യോതിഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ജന്തുശാസ്ത്ര വിഭാഗവും സയൻസ് ഫോറം വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദം ശ്രദ്ധേയമായി. കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ മുനീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ന്യൂറോശാസ്ത്ര ഗവേഷണ കേന്ദ്രമായി കേരളത്തെ മാറ്റണം. ഡോക്ടർ PM അബ്ദുൾ മുനീർ, ഫ്ലോറിഡ യൂണിവേഴ്സിറ്റി, അമേരിക്ക. ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, സ്ട്രോക്ക്, ന്യൂറോഡിജനറേഷൻ, ന്യൂറോ ഇൻഫ്ലമേഷൻ, മദ്യപാനവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക രോഗങ്ങൾ എന്നീ മേഖലകളിലെ ന്യൂറോ സയൻസ് ഗവേഷണത്തിനുള്ള ആഗോള കേന്ദ്രമായി കേരളം ഉയർന്നുവരുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ മുനീർ കേരള സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് കേരളത്തിലെത്തിയത്. താൻ പഠിച്ച കോളേജിലെ കുട്ടികൾക്ക് ഒരു മുന്നേറ്റം നടത്താൻ അവരുമായി സംവദിക്കുകയായിരുന്നു മുനീർ. പ്രിൻസിപ്പാൾ ഡോക്ടർ VS അനിൽകുമാർ അധ്യക്ഷനായി. പ്രൊഫസർ V ഗോപിനാഥൻ, അക്കര ഫൗണ്ടേഷൻ ചെയർമാൻ അക്കര അസീസ്, ഡോക്ടർ P പുഷ്പലത, ജന്തുശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ PV മിനി, ഡോക്ടർ ആശാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബേക്കൽ ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് 7 മുതൽ 9 വരെ തീയതികളിൽ. ഒളിമ്പിക്സ് പുല്ലൂർ ഉദയനഗർ ഹൈസ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബേക്കൽ ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് 7 മുതൽ 9 വരെ തീയതികളിലായാണ് നടക്കുന്നത്. 60ഓളം സ്കൂളുകളിൽ നിന്ന് 200ലധികം ഇനങ്ങളിലായി 3000ഓളം കായിക പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കും. സ്കൂൾ ഒളിമ്പിക്സിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഉദയനഗർ ഹൈസ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ പ്രൊമോ വീഡിയോ പുറത്തിറക്കി. ബേക്കൽ സബ് ജില്ലയുടെ വിവിധ സ്കൂളുകളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. 7 രാവിലെ കല്യോട്ട് സ്കൂളിൽ നിന്നും പുറപ്പെടുന്ന ദീപശിഖ പ്രയാണം ഉദയനഗർ ജംഗ്ഷനിൽ നിന്ന് കായിക താരങ്ങളുടെ അകമ്പടിയോടെ ഉദയനഗർ ഹൈസ്കൂളിൽ എത്തിച്ചേരും. 7 രാവിലെ 9 മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിക്കും. ബേക്കൽ AEO K സുരേന്ദ്രൻ പതാക ഉയർത്തും. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിക്കും. കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP T ഉത്തംദാസ് സല്യൂട്ട് സ്വീകരിക്കും. 7, 8, 9 തീയതികളിലായിട്ടാണ് ബേക്കൽ സബ് ജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് പുല്ലൂർ ഉദയനഗർ ഹൈസ്കൂളിൽ നടക്കുന്നത്. 60ഓളം സ്കൂളുകളിൽ നിന്നായി 200ഓളം ഇനങ്ങളിൽ ഏകദേശം 3000ഓളം കായിക പ്രതിഭകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഈ മത്സരത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സംഘാടക സമിതി ഇതുവരെ പൂർത്തിയാക്കിയിട്ടുണ്ട്. 5-ാം തീയതി രാവിലെ 10 മണിക്ക് കലവറ ഘോഷയാത്ര നടക്കും. സ്കൂൾ ഒളിമ്പിക്സിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഉദയനഗർ ഹൈസ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ പ്രൊമോ വീഡിയോ പുറത്തിറക്കി. ബേക്കൽ സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുകയും ചെയ്തു. 7 രാവിലെ കല്ലോട്ട് സ്കൂളിൽ നിന്ന് പുറപ്പെടുന്ന ദീപശിഖ പ്രയാണം ഉദയനഗർ ജംഗ്ഷനിൽ സ്വീകരിച്ച് കായിക താരങ്ങളുടെ അകമ്പടിയോടെ ഉദയനഗർ ഹൈസ്കൂളിൽ എത്തിച്ചേരും. 7 രാവിലെ 9 മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഈ കായിക മേള ഉദ്ഘാടനം ചെയ്യും. ബേക്കൽ AEO സുരേന്ദ്രൻ പതാക ഉയർത്തും. കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് ജില്ലാ ക്രൈം ബ്രാഞ്ച് DYSP PT ഉത്തംദാസ് സല്യൂട്ട് സ്വീകരിക്കും. CEO മോഹൻ രാജ് മുഖ്യാതിഥിയാണ്.
കണ്ണൂർ രൂപത കോർപ്പറേറ്റ് മാനേജർ അവർ മോൻ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് പ്രഭാഷണം. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ CK അരവിന്ദാക്ഷൻ, പഞ്ചായത്ത് അംഗം A. ഷീബ, ജനറൽ കൺവീനർ K. ബിന്ദു, വർക്കിംഗ് ചെയർമാൻ N. പ്രകാശൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ K. മധു, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ A. സന്തോഷ് കുമാർ, സെറിമണി കമ്മിറ്റി ചെയർമാൻ MV പത്മനാഭൻ, അനിൽ പുളിക്കാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. Adinal Kaninadu. Furnish your home. Furnish your life. Mansoor Hospital and School of Nursing, Kanyanadu. Phone 046722027070. 7 lives. Mansoor Hospital. Dedication, determination and dignity. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന പാതയിലെ തകരാറുകൾ പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 41ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം മാവുങ്കാൽ വ്യാപാര ഭവനിൽ വെച്ചാണ് നടന്നത്. മേഖലാ പ്രസിഡന്റ് രമേശൻ മാവുങ്കാൽ പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾക്ക് തുടക്കമായി. സംസ്ഥാന പാതയിലെ തകരാറുകൾ പരിഹരിച്ച് റോഡ് ഗതാഗതം സുഗമമാക്കുക, കാഞ്ഞങ്ങാട് നഗരത്തിൽ ട്രാഫിക് സംവിധാനം പരിഷ്കരിച്ച് വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യവും ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാൽനട യാത്രക്കാർക്കായി റോഡ് മുറിച്ചു കടക്കുന്നതിന് ഫ്ലൈ ഓവറും നിർമ്മിക്കുക, മഞ്ഞും പൊതിക്കുന്ന ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കുക, കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനിൽ പരശുറാം എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മാവുങ്കാൽ വ്യാപാര ഭവനിൽ ജില്ലാ പ്രസിഡന്റ് സുഗുണൻ ഇരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മളൊരു കുടുംബത്തിലെ നമ്മുടെ ഈ സാധനത്തിൽ ചേർന്ന ഒരംഗം മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ലഭിക്കുന്ന തുക നമ്മുടെ സാധനമായാലും അതുപോലെ ജില്ലാ സംസ്ഥാന തുകയടക്കം ചേർന്ന് ഏകദേശം 10 ലക്ഷത്തോളം രൂപ നമ്മുടെ കുടുംബത്തിലേക്ക് സഹായമായി നമുക്ക് താങ്ങായി ആ സമയത്ത് ലഭിക്കുന്നു. നമ്മുടെ ജില്ലയിൽ തന്നെ 2-3 പേര് നിലവിൽ അതിന്റെ ആ കുടുംബങ്ങള് അതിന്റെ ആനുകൂല്യങ്ങൾ നേടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ സമ്മേളന കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ നീലേശ്വരത്ത് വിനോദ് നമ്മുടെ സജീവ പ്രവർത്തന നമ്മളോട് ഇവിടെ പറയുകയും അദ്ദേഹത്തിന് നമ്മൾ ഈ സഹായം എത്രയും പെട്ടെന്ന് തന്നെ ആ സഹായം എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്ന കാര്യം നമ്മളെ 17,000-ഓളം മെമ്പർമാരുള്ള നമ്മുടെ ഈ സംഘടനയിൽ ഇപ്പോൾ അംഗമായിട്ടുള്ളത് 9,500-ഓളം പേര് മാത്രമാണ്. ബാക്കിയുള്ള ചില ആൾക്കാരുടെ കാഴ്ചപ്പാട് എനിക്ക് മരിച്ചു കഴിഞ്ഞിട്ട് എന്തിനാണ് ഈ ഫണ്ട് എന്നുള്ള കാഴ്ചപ്പാടാണ് ചില ആളുകളിലേക്ക് ചേരാൻ ഒരു വിമുഖത കാണിക്കുന്നത്. ശരിക്കും ഇപ്പോൾ അത് അവരുടെ കുടുംബത്തിലേക്ക് ആ തുക എത്തുമ്പോഴും അവരുടെ ആശ്വാസം കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഈ ഓരോരുത്തരും ശരിക്കും മനസ്സിലാക്കേണ്ടത്. മേഖലാ പ്രസിഡന്റ് രമേശൻ മാവുങ്കാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി VN രാജേന്ദ്രൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. AKPA കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റും മേഖലാ ഇൻചാർജുമായ VV വേണു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K സുധീർ, ജില്ലാ ട്രഷറർ NK പ്രജിത്ത്, ജില്ലാ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ BA ഷെരീഫ്, ജില്ലാ സ്വാശ്രയ സംഘം കോർഡിനേറ്റർ ശിവരാമൻ ചാലിങ്കാൽ എന്നിവർ സംസാരിച്ചു.
കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി സി സുരേഷ് ചെരിച്ചൽ വാർഷിക റിപ്പോർട്ടും ഖജാൻജി കെ പ്രജീഷ് മാവുങ്കാൽ വാർഷിക വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് മേഖലാ ജോയിന്റ് സെക്രട്ടറി ഹരിപ്രസാദ് പെരിയ അനുശോചന പ്രമേയവും ജോയിന്റ് സെക്രട്ടറി ടി എം ഫിലിപ്പ് സ്വാഗതവും പറഞ്ഞു. സമ്മേളനത്തിൽ വെച്ച് മേഖലയിലെ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച യൂണിറ്റിലെ മാവുങ്കാൽ യൂണിറ്റിനെ തെരഞ്ഞെടുത്ത് ഉപഹാര സമർപ്പണം നടത്തി. നവംബർ 25, 26 തീയതികളിൽ 2 ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടക്കുന്ന ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് സമ്മേളനം തീരുമാനിച്ചു. AKPA കാഞ്ഞങ്ങാട് മേഖല പുതിയ ഭാരവാഹികളായി UK പ്രവീൺ കുമാറിനെ പ്രസിഡന്റായും സി സുരേഷ് ചെരിച്ചലിനെ സെക്രട്ടറിയായും കെ പ്രജീഷ് മാവുങ്കാലിനെ ഖജാൻജിയായും ശിവരാമൻ ചാലിങ്കാലിനെ വൈസ് പ്രസിഡന്റായും അനിൽ ബേക്കലിനെ ജോയിന്റ് സെക്രട്ടറിയായും കലാധരൻ പെരിയയെ PRO ആയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സീനിയർ സിറ്റിസൺ ഫോറം പനത്തടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന ദിനം ആചരിച്ചു. ഗാന്ധി ജയന്തി അനുസ്മരണവും സംഘടിപ്പിച്ചു. വെളാംതോട് മിൽമ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള സീനിയർ സിറ്റിസൺ ഫോറം പനത്തടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വയോജന ദിനവും ഗാന്ധി ജയന്തി അനുസ്മരണവും സംഘടിപ്പിച്ചത്. KSCF സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ജോർജ് വർഗീസ് ഉദ്ഘാടനവും തിരിച്ചറിയൽ കാർഡ് വിതരണവും നടത്തി. ആ ദിനാചരണത്തിന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഈ ഒക്ടോബർ 1 മുതൽ 7 വരെയുള്ള ഒരാഴ്ചക്കാലം കേരള സീനിയർ സിറ്റിസൺ ഫോറം അതിന്റെ ആരംഭകാലം മുതൽ, അതായത് 30 വർഷമായിട്ട് വയോജന വാരമായിട്ട് വിവിധ പരിപാടികളോടുകൂടി നടത്തി വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മറ്റൊരു പഞ്ചായത്ത് കമ്മിറ്റി ഇങ്ങനെ പരിപാടി പ്ലാൻ ചെയ്ത് ഇപ്പോൾ ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോലീസ് ASI PK വേണുഗോപാലൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. തോമസ് ടി തയ്യിൽ, കൂക്കൽ രാഘവൻ, മൈക്കിൾ പൂവത്താനി, മോഹൻ കുമാർ, KN വിജയകുമാരൻ നായർ, ഏറത്ത് മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. N ചന്ദ്രശേഖരൻ നായർ സ്വാഗതവും K മണി നന്ദിയും പറഞ്ഞു. KSCF പനത്തടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് R സൂര്യനാരായണ ഭട്ട് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പനത്തടി. പലസ്തീൻ ഐക്യദാർഢ്യ കോർണർ സംഘടിപ്പിച്ചു അജാനൂർ കടപ്പുറം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി. സുന്നി മഹൽ ജില്ലാ ട്രഷറർ ഹമീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. അജാനൂർ കടപ്പുറം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ കോർണർ സംഘടിപ്പിച്ചു. പള്ളി പരിസരത്ത് സുന്നി മഹൽ ജില്ലാ ട്രഷറർ ഹമീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെയും അതിമനോരമ ഗംഭീരമായി ഈ നടത്താൻ തയ്യാറായ ജമാഅത്തിനെ അഭിനന്ദിക്കുന്നു. പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിനോട് അഭിനന്ദനായി ഞാൻ അള്ളാഹുവിന്റെ പ്രധാനത്തിൽ നിങ്ങൾക്ക് എല്ലാവരും സമ്മതത്തോടു കൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഞാൻ നമസ്കാരം. ജമാഅത്ത് പ്രസിഡന്റ് A അബ്ദുള്ള സാഹിബ് അധ്യക്ഷത വഹിച്ചു. ഖത്തീബ് അഷ്റഫ് ദാരിമി പള്ളങ്കോട് ഐക്യദാർഢ്യ സന്ദേശ പ്രഭാഷണം നടത്തി. മനസ്സിന്റെ വേദനയും ദുഃഖവും വർദ്ധിപ്പിച്ചു വരുന്ന ഗസയുടെ മക്കളുടെ ഓർമ്മകൾക്ക് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് വിശ്വാസികളുടെ ഇജ്തിമാഅാണ്, സമ്മേളനമാണ്. എല്ലാ വിശ്വാസികളും സമ്മേളിച്ച് പള്ളികളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കറകളഞ്ഞ വിശ്വാസിയായിട്ടാണ്. കറകളഞ്ഞ വിശ്വാസികൾ പള്ളിയുടെ വരാന്തയിൽ ഇതുപോലെ സംസ്ഥാനത്തൊട്ടാകെ വിളിച്ചും വിലപിക്കുന്നത് പലസ്തീനിന്റെ മക്കളെ ഓർത്തുകൊണ്ട് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു എതിർപ്പോടെ മറ്റു ചിലരെ ശക്തിപ്പെടുത്തണം. നമ്മൾ ഇന്ന് ദൂരത്താണ്. അവർക്ക് ആയുധങ്ങൾ വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കാനോ അവർക്ക് നേരെ വരുന്ന ആയുധങ്ങളെ തടുക്കാനോ നമുക്ക് സാധ്യമല്ലെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയും 80,000-ഓളം വരുന്ന ആളുകൾ കഴിഞ്ഞ 1.5 വർഷമായി കൊല ചെയ്യപ്പെട്ടു. പിഞ്ചു മക്കളടക്കം 20,000-ഓളം പിഞ്ചു മക്കൾ. ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടനേക യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും ഒരു കുഞ്ഞിന്റെ കാലുകളും വെട്ടേറ്റും താഴ്വീഴുന്നു എന്ന് സംരക്ഷണം കൊടുത്ത പ്രസിദ്ധമായ പദമാണ്. ജമാഅത്ത് സെക്രട്ടറി ഷിഹാബ് പാലായി ആമുഖ പ്രഭാഷണം നടത്തി. ജമാഅത്ത് ട്രഷറർ ജാഫർ പാലായി,
വൈസ് പ്രസിഡന്റ് ഇൻസാഫ് യമാനി പാലായി, സെക്രട്ടറി മഷ്ഹൂദ് പാലായി, UAE കമ്മിറ്റി സെക്രട്ടറി KP ഷൗക്കത്ത് അലി ഫർസിൻ പാലായി, റാത്തീബ് കമ്മിറ്റി ചെയർമാൻ മുനീർ പാലായി, കൺവീനർ MM ഹാരിസ്, അബ്ദുൾ ജബ്ബാർ ഹസനി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകളുടെ വിഷൻ 2031 സെമിനാർ ഒക്ടോബർ 17-ന്. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകളുടെ വിഷൻ 2031 സെമിനാർ ഒക്ടോബർ 17-നാണ് കാഞ്ഞങ്ങാട്ട് നടക്കുന്നത്. പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. നഗരസഭാ അധ്യക്ഷ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് കാസർഗോഡ് ജില്ലയിൽ വെച്ച് നടക്കുന്ന സെമിനാർ വരുന്ന ഒക്ടോബർ 17-ന് കാഞ്ഞങ്ങാട് വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ സെമിനാറിനകത്ത് ഈ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ പങ്കെടുക്കുകയും നേടിയ നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് വിഷൻ 2031 എന്നുള്ള രൂപത്തിൽ 31 ആവുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ കേരളം എത്രത്തോളം ഈ ഒരു മേഖലയിലൊക്കെ തന്നെ വികാസം പ്രാപിക്കണം എന്നുള്ളതൊക്കെ വളരെ ഗൗരവപരമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമാകും. നമുക്കറിയാം, എല്ലാ മേഖലകളിലും നമ്മൾ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രൂപത്തിലേക്ക് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലൊക്കെ മുന്നേറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കുമ്പോഴും ആധുനികതയെ കൂട്ടുപിടിക്കുമ്പോഴും നമ്മുടെ പൈതൃകത്തെ സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ഒരു ചെറിയ സംസ്ഥാനത്ത് നിന്ന് തന്നെ ലോക പൈതൃക പട്ടികയിലേക്ക് വന്നിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഇനങ്ങൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് നമുക്കറിയാം. സാംസ്കാരിക മേഖലയിലൊക്കെ തന്നെ വലിയ രൂപത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. അതിനൊക്കെയുള്ള ചരിത്ര ശേഷിപ്പുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാടുണ്ട്. ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയെ തന്നെ അതിനു വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായിട്ടുള്ള ബേക്കൽ കോട്ട ഉൾപ്പെടെ നമ്മുടെ 7 ഭാഷകളുടെ 7 ഭാഷയല്ല അതിനപ്പുറത്തേക്കുള്ള ഭാഷകളുടെ സംഗമ ഭൂമിയെ, അതുപോലെ തന്നെ വടവലം ശാസ്ത്രം ഉൾപ്പെടെയുള്ള ചരിത്ര ശേഷിപ്പുകളുടെ കേന്ദ്രത്തെ ഒക്കെ ആയിക്കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാസർഗോഡ് ജില്ല അത് തന്നെ ഇത്തരത്തിലുള്ള ഒരു സെമിനാറിന് ആതിഥ്യം വരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒന്നാണ്. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ലത അധ്യക്ഷത വഹിച്ചു. കേരള പുരക്കളി അക്കാദമി ചെയർമാനും മുൻ MLA-യുമായ K. കുഞ്ഞിരാമൻ, മ്യൂസിയം മൃഗശാല ഡയറക്ടർ മഞ്ജുള ദേവി, പുരാരേഖ വകുപ്പ് ഡയറക്ടർ PS പാർവതി, പ്രൊഫസർ KP ജയരാജൻ, ഡോക്ടർ C. ബാലൻ, ഫോക്ലാൻഡ് ചെയർമാൻ അഡ്വക്കേറ്റ് V. ജയരാജൻ, ഹോസ്ദുർഗ തഹസിൽദാർ G. സുരേഷ് ബാബു, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M. മധുസൂദനൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K. അനീഷൻ, KV സരസ്വതി, A. പ്രഭാവതി, കൗൺസിലർമാരായ അശോക് കുമാർ, രാധാകൃഷ്ണൻ പള്ളിക്കെ എന്നിവർ സംസാരിച്ചു. പുരാവസ്തു വകുപ്പ് ഡയറക്ടർ E. ദിനേശൻ സ്വാഗതവും TV അനിൽകുമാർ നന്ദിയും പറഞ്ഞു. യോഗത്തിൽ വെച്ച് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സർവോദയ മണ്ഡലം കാസർഗോഡ് ജില്ലാ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു. ജില്ലയിലെ മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും നടന്നു. ചെറുവത്തൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പ്രവർത്തക സംഗമം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധി എന്ന നിലയിൽ ശുചിത്വ മേഖലയിൽ ഉൾപ്പെടെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പാവക്ക് സർവോദയ മണ്ഡലം കാസർഗോഡ് ജില്ലാ പ്രവർത്തക സംഗമ വേദിയിലാണ് പുരസ്കാര സമർപ്പണം നടത്തിയത്. ശുചിത്വ മികവ് പരിഗണിച്ച് രാജ്യതലസ്ഥാനത്ത് കഴിഞ്ഞ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ VK പാവ പ്രത്യേക ക്ഷണിതാവ് കൂടിയായിരുന്നു. ചെറുവത്തൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരം VK പാവക്ക് സമർപ്പിച്ചു. ഇന്ന് ലോകം മൊത്തം മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഇത്തവണത്തെ ജന്മദിനത്തിൽ ഒരുപാട് പ്രസക്തിയുണ്ട്. കാരണം മഹാത്മാഗാന്ധിയിലേക്ക് കൂടുതൽ അടുക്കുന്തോറും നമ്മുടെ നാടിനും ലോകത്തിനും സമാധാനവും ശാന്തിയും ലഭിക്കുന്നു. മഹാത്മാഗാന്ധിയിൽ നിന്ന് അകലാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ആപത്തുകളിലേക്ക് രാജ്യവും ലോകവും ചെന്നപ്പെടുന്നത്. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം എടുത്ത് പരിശോധിച്ചാൽ
ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം മഹാത്മാഗാന്ധിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആദ്യം ഇവിടെ പോർച്ചുഗീസുകാർ വന്നു, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു, പിന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്തു. സർവോദയ മണ്ഡലം ജില്ലാ പ്രസിഡന്റ് പി ബാലചന്ദ്രൻ ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു. അവാർഡ് ജേതാവിനെ സർവോദയ മണ്ഡലം ട്രഷറർ YMC ചന്ദ്രശേഖരൻ പരിചയപ്പെടുത്തി. ജില്ലാ പ്രവർത്തക സംഗമം കേരള സർവോദയ മണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ AV ഭരതൻ, KV രാഘവൻ മാസ്റ്റർ, രാജേന്ദ്രൻ പയ്യാടക്കത്ത, EA ബാലൻ, രാഘവൻ കുളങ്ങര, പത്മനാഭൻ പാലേരി, അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത്, K ശശി എന്നിവർ സംസാരിച്ചു. കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങിയ VK ബാവ മറുപടി പ്രസംഗം നടത്തി. ശില്പി രവി പിലിക്കോടിനെ പ്രവർത്തക സംഗമത്തിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വിവര പൊതുജന സമ്പർക്ക വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗാന്ധി ജയന്തി വാരാഘോഷത്തിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം മേലാങ്കോട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. വിവര പൊതുജന സമ്പർക്ക വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹം പറഞ്ഞപ്പോ ഒരു ഘട്ടം വന്നപ്പോ ആളുകളുടെ സമരത്തിൽ നിന്ന് ആ അഹിംസയിൽ നിന്നൊക്കെ തെറ്റുന്ന ഒരു അവസ്ഥ വന്നു. അദ്ദേഹം പറഞ്ഞത് ഇനി എന്നാ കുറച്ച് എല്ലാവരെയും പഠിപ്പിക്കാൻ എല്ലാ നാട്ടിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് പഠനത്തിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോയി. അപ്പോ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ദുരിതം അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന, പ്രകൃതിയെ സംരക്ഷിക്കുന്ന, ലഹരി വസ്തുക്കൾക്കെതിരെ സന്ദേശം ഉയർത്തുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു നേതാവ് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു ജീവിതത്തെ മാതൃകയാക്കിക്കൊണ്ട് പോകുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഈ വാരാഘോഷത്തിൽ മാത്രമല്ല, ഇനി അങ്ങോട്ട് ഒരുപാട് മേഖലകൾ ഇവിടെ സംസാരിക്കാൻ ഇനിയും പ്രശ്നേട്ടൻ ഉൾപ്പെടെയുള്ള സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ സ്വാതന്ത്ര്യ സമര നേതാക്കളുമായി ബന്ധപ്പെട്ടും നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ പദ്ധതികളുടെയൊക്കെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഒരുപാട് പ്രാധാന്യമുള്ള നമ്മുടെ നാട് എന്ന് പറയുന്നത് തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു നാട്. വികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ അധ്യക്ഷനായി. എഴുത്തുകാരനും കണ്ണൂർ സർവകലാശാലയുടെ മുൻ പരീക്ഷാ കൺട്രോളറുമായ പ്രൊഫസർ KP ജയരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ഹെഡ്മാസ്റ്റർ KV നാരായണൻ, സാംസ്കാരിക പ്രവർത്തകൻ K പ്രസന്നൻ, സ്റ്റാഫ് സെക്രട്ടറി P ശ്രീകല, PTA പ്രസിഡന്റ് റീജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബാലൻ നീലേശ്വരത്തിന്റെ വിസ്മയം മാജിക് ഷോ അരങ്ങേറി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനൻ സ്വാഗതവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ AP ദിൽന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉളിയത്തടുക്ക നാഷണൽ നഗറിൽ നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്ന് മുസ്ലിം ലീഗ് മധൂർ പഞ്ചായത്ത് കമ്മിറ്റി. ഈ ആവശ്യം ഉന്നയിച്ച് വില്ലേജ് ഓഫീസ് പരിസരത്ത് പ്രതിഷേധ ധർണ നടത്തി. നിരവധി പ്രവർത്തകർ ധർണാ സമരത്തിൽ പങ്കെടുത്തു. നിലവിൽ 3 വില്ലേജുകൾ ഏരിയാലിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. 2-3 ബസ്സുകൾ മാറിക്കയറി കഷ്ടപ്പെട്ട് അവിടെ എത്തിയാലും തിരക്ക് കാരണം പലപ്പോഴും ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭിക്കാത്ത അവസ്ഥയാണ്. ഇതിന് അറുതി വരുത്താനാണ് നെല്ലിക്കുന്ന് MLA ഇടപെട്ട് പുതിയ കെട്ടിടം നിർമ്മിച്ചതും വില്ലേജ് ഓഫീസ് ഇങ്ങോട്ടേക്ക് മാറ്റാനും തീരുമാനിച്ചത്. തുടർന്ന് നാഷണൽ നഗറിൽ പുതിയ കെട്ടിടം അനുവദിക്കുകയും 2 വർഷം മുമ്പ് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാൽ ഈ വില്ലേജ് ഓഫീസ് പ്രവർത്തന സജ്ജമാക്കാൻ അധികാരികളുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് മധൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രതിഷേധ ധർണ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. എന്ന് പറയുന്നത് നമ്മുടെ വില്ലേജുകൾ ബൈഫർക്കേറ്റ് ചെയ്യുന്നില്ല എന്നതാണ്. ഒരേ കെട്ടിടത്തിൽ 3 വില്ലേജ് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ധാരാളം വില്ലേജ് ഓഫീസുകൾ നമ്മുടെ കാസർഗോഡ് മണ്ഡലത്തിൽ തന്നെയുണ്ട്. ഇപ്പൊ കാസർഗോഡ് സബ് ജയിലിനടുത്ത് നിങ്ങൾക്ക് മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
പവിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേക്കുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. Glass, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി ജില്ലയിലെ അധ്യാപകർക്കായി ഏകദിന സർഗാത്മക നാടക ക്യാമ്പ് നടത്തി. മേലാങ്കോട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിലാണ് പരിപാടി നടന്നത്. ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി അധ്യാപകർക്കായി നാടക ക്യാമ്പ് നടത്തി. വിദ്യാരംഗം കലാസാഹിത്യവേദി സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരം നാടക ക്യാമ്പ് നടത്തുന്നത്. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. P ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ ബിഞ്ചു ഷാമേലത്ത് സംസാരിച്ചു. N രഘുനാഥൻ, ശ്രീജിത്ത് വെള്ളുവയൽ എന്നിവർ നേതൃത്വം നൽകി. കാസർഗോഡ് ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി ജില്ലയിലെ അധ്യാപകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഒരു ക്രിയേറ്റീവ് ഡ്രാമയുടെ വർക്ക്ഷോപ്പാണ് ഇന്ന് മേലാങ്കോട്ട് സ്കൂളിൽ വെച്ച് നടക്കുന്നത്. നമ്മുടെ പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന സർഗാത്മകമായ ക്ലാസ് മുറികളിൽ എങ്ങനെ അത് ഫലപ്രദമാക്കാം എന്നുള്ളതിൻ്റെ ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് വിദ്യാരംഗം സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഇത്തരം ഒരു ക്രിയേറ്റീവ് ഡ്രാമയുടെ ശില്പശാല ഏറ്റെടുത്ത് നടത്തുന്നത്. നമുക്കറിയാം, പുതിയ പാഠ്യപദ്ധതിയിൽ എങ്ങനെയാണ് ക്ലാസ് മുറികൾ കുട്ടികൾ സർഗാത്മകമായിട്ട് ക്ലാസ് മുറിയിൽ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതെന്ന് ആ രീതിയിൽ അധ്യാപകരെ ശാക്തീകരിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ തിയേറ്റർ ക്യാമ്പുകൾ നയിക്കുന്ന RP-മാരായ രഘുനാഥ് അതുപോലെ തന്നെ ശ്രീജിത്ത്, ഇവർ രണ്ടുപേരുമാണ് ഇന്നത്തെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ 40ഓളം അധ്യാപകർ ഇന്നത്തെ ഈ ക്യാമ്പിൽ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 40 അധ്യാപകർ ക്യാമ്പിൽ പങ്കെടുത്തു. പുതിയ പാഠ്യപദ്ധതിയിലെ സർഗാത്മക നാടകക്കളരിയുടെ പ്രാധാന്യവും സാധ്യതയും മുൻനിർത്തിയാണ് അധ്യാപകർക്ക് പരിശീലനം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ തങ്കയത്തെ വാസ്തുരത്ന കുലപതി ബ്രഹ്മശ്രീ ഡോക്ടർ സോമരാജ് രാഘവാചാര്യക്ക് ശ്രേഷ്ഠ സേവാരത്നം പുരസ്കാരം. പാലക്കാട് ആസ്ഥാനമായ ബെസ്റ്റ് ഡീഡ് റീഹാബിലിറ്റേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ അവാർഡ് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ആദ്യ പുരസ്കാരമാണ്. നിസ്വാർത്ഥ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വാസ്തുശാസ്ത്ര താന്ത്രിക വാസ്തുശാസ്ത്ര രംഗങ്ങളിലെ മികവും പരിഗണിച്ചാണ് ഡോക്ടർ സോമരാജ് രാഘവാചാര്യയെ ശ്രേഷ്ഠ സേവാരത്നം പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസം ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ പാലക്കാട് ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകനും നിയമ ന്യൂറോ സയൻസ് വിഭാഗങ്ങളിൽ ഡോക്ടറേറ്റുകളും നേടിയ പ്രൊഫസർ ഡോക്ടർ സുരേഷ് K. ഗുപ്തനിൽ നിന്നുമാണ് ഇദ്ദേഹം അവാർഡ് ഏറ്റുവാങ്ങിയത്. സനാതന ഇല്ലം വാസ്തു രത്നകുലപതി ബ്രഹ്മശ്രീ ഡോക്ടർ സോമരാജ് രാഘവാചാര്യ തന്റെ 15ാമത് വയസ്സിലാണ് വാസ്തുശാസ്ത്ര പഠനം തുടങ്ങിയത്. ബ്ലാത്തൂർ, വജസ്പതി,
ഗോവിന്ദൻ മേലാചാരിയിൽ നിന്നും വാസ്തുശാസ്ത്രീയ പഠനം നടത്തി. തുടർന്ന് 15 ഗുരുക്കന്മാരിൽ നിന്നായി വേദപഠനം പൂർത്തിയാക്കി. ദേവപൂജയുമായി ബന്ധപ്പെട്ട അഗ്നിഗോത്രി കൂടിയാണ് ഇദ്ദേഹം. ഭാര്യ TP മഞ്ജുള, മകൾ സോജുന അഭിജിത്ത് നൃത്താധ്യാപികയാണ്. മകൻ സുജിനീഷ് അബുദാബിയിൽ ഇലക്ട്രോണിക് എഞ്ചിനീയറാണ്. വാസ്തുശാസ്ത്ര രംഗത്തും കലാപ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കുടുംബം പൂർണ്ണ പിന്തുണ നൽകുന്നതായി ഡോക്ടർ സോമരാജ് രാഘവാചാര്യ പറഞ്ഞു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുത്തികെ കുടുംബാരോഗ്യ കേന്ദ്രം പുതിയ കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. പുത്തികൈ ഗ്രാമപഞ്ചായത്ത് പുത്തികൈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി പണി കഴിപ്പിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. AKM അഷ്റഫ് MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി, പരിശോധനാ സംവിധാനം കൂടി ഉണ്ടാകണമെന്നുള്ളത് അത് ആദ്യത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തികൈ ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു ലാബ് സംവിധാനം ഒരുങ്ങി. ജനുവരി മാസം മുതൽ ഇവിടെ ലാബ് പ്രവർത്തിക്കുന്നുണ്ട്. ഇടയ്ക്ക് നമുക്ക് കുറച്ച് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PM യമുന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാംദാസ്, ദേശീയാരോഗ്യ ദൗത്യം പ്രോഗ്രാം മാനേജർ ഡോക്ടർ PV അരുൺ, പുത്തികൈ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയന്തി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ P പാലാക്ഷ റൈ, MH അബ്ദുൾ മജീദ്, M അനിത, HMC അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. പുത്തികൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D സുബ്ബയ്യ ആൾവ സ്വാഗതവും പുത്തികൈ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K ഏസ സയ്യിദ് ഹമീദ് ഷുഹൈബ് ചടങ്ങിന് നന്ദിയും പറഞ്ഞു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1,54,00,000 രൂപ വിനിയോഗിച്ചാണ് പുത്തികൈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ഇനി അതിദാരിദ്ര്യമുക്ത ജില്ല. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ചരിത്രത്തിൽ ഈ ദിനം സുവർണ ലിപികളിൽ അടയാളപ്പെടുത്തപ്പെടുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മൈം ഷോ അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചു. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. സംഭവത്തിൽ പ്രതിഷേധവുമായി SFI MSF പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. സഹകരണ സംഘം ജീവനക്കാരുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡ് സ്കോളർഷിപ്പ് വിതരണം നടന്നു. മന്ത്രി ചിഞ്ചു റാണി ഉദ്ഘാടനം നിർവഹിച്ചു. ഫിസിയോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് സെന്റർ അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ജന്തുശാസ്ത്ര വിഭാഗവും സയൻസ് ഫോറം വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദം ശ്രദ്ധേയമായി. കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ മുനീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബേക്കൽ ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് 7 മുതൽ 9 വരെ തീയതികളിൽ. ഒളിമ്പിക്സ് പുല്ലൂർ ഉദയനഗർ ഹൈസ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.